എല്ലാവർക്കും നമസ്കാരം. ഞാൻ ബ്രൈറ്റ്. ഈ കേരളം ഓൺലൈൻ സർവീസിലേക്ക് സ്വാഗതം. SIR നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതിന് ശേഷമുള്ള ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. വോട്ടുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഇതിനോടൊപ്പം ഫെബ്രുവരി 10 വരെ ഫോം നമ്പർ 6 ഉപയോഗിച്ച് പുതിയതായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്ത് അപ്രൂവൽ ആയവരുടെയും പേര് വിവരങ്ങൾ ഈ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓരോ ജില്ലയിലും ഏതാണ്ട് 50,000-നടുത്ത് വോട്ടർമാരെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ച് തമിഴ്നാടുമായിട്ട് അതിർത്തി പങ്കിടുന്ന ജില്ലകളിലൊക്കെ 50,000-നടുത്ത് വോട്ടർമാരെ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ലിസ്റ്റിൽ ഡിലീറ്റഡ് എന്ന് അത് പ്രത്യേകം കാണിച്ചിട്ടുമുണ്ട്. മരിച്ചുപോയവരും സ്ഥലത്തില്ലാത്തവരുമൊക്കെ ഡിലീറ്റഡ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പുതിയതായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റിൽ ഇപ്പോഴും പേര് ചേർക്കാവുന്നതാണ് ഫോം നമ്പർ 6 ഉപയോഗിച്ച്. അതുപോലെ വിദേശത്തുള്ളവർക്ക് ഫോം നമ്പർ 6A ഉപയോഗിച്ച് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം. അതുപോലെ എഡിറ്റ് ചെയ്യേണ്ടുന്നവർക്ക് ഫോം നമ്പർ 8 ഉപയോഗിച്ച് ഇപ്പോഴും ചെയ്യാവുന്നതാണ്. ഇതിൻ്റെയൊക്കെ വിശദമായിട്ടുള്ള വീഡിയോകൾ ചാനലിൽ ലഭ്യമാണ്. ലിങ്ക് കൊടുത്തിരിക്കാം. ഇതിനായിട്ട് സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഇതാണ്, co.kerala.gov.in എന്നാണ്. താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അവിടെ ടച്ച് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. മൊബൈൽ ഉപയോഗിച്ചും നിങ്ങൾക്ക് പരിശോധിക്കാം. മുകളിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നതിൽ കേരള SIR ഫൈനൽ ഇലക്ടറൽ റോൾ 2026 എന്ന് കാണാം. അതല്ലാതെ താഴേക്ക് വന്നാലും അവിടെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ ടച്ച് ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. തുടർന്ന് വരുന്ന പേജിൽ കേരള ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ട്. ഇയർ ഓഫ് റിവിഷൻ 2026 കൊടുക്കണം. അതിനുശേഷം കേരള SIR ഫൈനൽ ഇലക്ടറൽ റോൾ 2026 തന്നെ കൊടുക്കണം. തുടർന്ന് ഇയർ ഓഫ് റിവിഷൻ 2026, റോൾ ടൈപ്പ് SIR ഫൈനൽ റോൾ 2026 കൊടുത്തതിന് ശേഷം ഡിസ്ട്രിക്റ്റും നിങ്ങളുടെ ഡിസ്ട്രിക്റ്റ് തിരഞ്ഞെടുത്തതിന് ശേഷം തുടർന്ന് അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. നിങ്ങളുടെ ഇപ്പോഴത്തെ നിയമസഭാ മണ്ഡലം ഏതാണോ അത് അവിടെ തിരഞ്ഞെടുത്ത് കൊടുത്ത് മലയാളം ഓട്ടോമാറ്റിക് വരുന്നുണ്ട്. അതിനുശേഷം നിങ്ങളുടെ ബൂത്ത് ലെവലിലുള്ള ബൂത്ത് അടിസ്ഥാനത്തിലുള്ള ലിസ്റ്റ് താഴോട്ട് കാണിക്കും. പാർട്ടി നമ്പർ, ഭാഗം നമ്പർ എന്നൊക്കെ ഇത് അറിയപ്പെടും. ആ ബൂത്ത് നമ്പർ കൊടുത്തും നമ്മളവിടെ കാണുന്ന ക്യാപ്ച കോഡ് എന്താണോ കൊടുത്തിരിക്കുന്നത് അത് അതേപോലെ ടൈപ്പ് ചെയ്ത് താഴെ കാണുന്ന സെർച്ച് ബാറിൽ ഒന്നുകിൽ ആ പാർട്ടി നമ്പർ, ബൂത്ത് നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ ആ ബൂത്തിൻ്റെ പേര് അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. തുടർന്ന് താഴെ ലിസ്റ്റ് ചെയ്ത് വരും. അവിടെ ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് വരുത്തി ഡൗൺലോഡിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ നമുക്കവിടെ ഇത് കാണാൻ സാധിക്കും. ഇതിൽ Ctrl F കൊടുത്ത് സിസ്റ്റം വഴി നോക്കുന്നവർക്ക് അങ്ങനെ പരിശോധിച്ച് നോക്കാം. ഡിലീറ്റായി പോയിട്ടുള്ളവർക്ക് ഡിലീറ്റഡ് എന്ന് കൊടുത്തിരിക്കുന്ന കാണാം. ഇത്രയൊന്നും ബുദ്ധിമുട്ടില്ലാതെ നിങ്ങൾക്ക് ഒരൊറ്റ SMS-ലൂടെ ഇതറിയാൻ സാധിക്കും. 1950 SMS അയച്ച് വോട്ടർ ID കൈവശമുള്ളവർക്ക് SMS അയച്ച് അറിയുവാൻ സാധിക്കും. അതെങ്ങനെ അറിയാം എന്നതിൻ്റെ വിശദമായ വീഡിയോ, ചെറിയൊരു വീഡിയോ ആണ്, അത് ചാനലിലുണ്ട്. അതിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലും എൻ്റെ സ്ക്രീനിലും മുകളിൽ ഐ ബട്ടണിലുമായിട്ട് കൊടുത്തിരിക്കാം. അതുപോലെ ചെയ്തും നിങ്ങൾക്ക് പരിശോധിക്കാവുന്നതാണ്. കൂടാതെ ഫസ്റ്റ് കമൻറ്റിലും ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതുകൂടാതെ voters.eci.gov.in എന്ന വെബ്സൈറ്റിൽ വന്ന് നിങ്ങളുടെ ഡീറ്റെയിൽസ് കൊടുത്ത് പരിശോധിക്കാം. അതേപോലെ തന്നെ മൊബൈൽ നമ്പർ കൊടുത്ത് പരിശോധിക്കാം. തുടങ്ങിയ സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിലേതെങ്കിലും ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 2026 ഫൈനൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് പരിശോധിക്കാവുന്നതാണ്. ഇതോടെ ഈ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ് വീഡിയോ.